ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മിണ്ടാതിരുന്നോളിലൂടെ. ഇത്തവണ എന്താ നിനക്ക് ഇത്ര ചാട്ടം? ഇപ്പൊ പുതിയ ബാഗായി, കൊടയായി, പുസ്തകമായി. ഇപ്പൊ അടുത്തതും കൊണ്ട് വന്നിരിക്കാം. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞപ്പോ ഇത്തവണ വിടാന്ന് അമ്മ പറഞ്ഞല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ പറയുന്നേ? പെണ്ണെ, ആ ചേച്ചി എന്താ ചേച്ചി എന്താ ഇവളിങ്ങനെ കത്തിക്കേറി നിക്കുന്നേ? അവക്കേ സ്കൂളിൽ നിന്ന് ടൂർ പോണോന്ന്, അതിന് കാശ് കൊടുക്കാൻ. കഴിഞ്ഞ തവണ ഞാൻ പോണോന്ന് പറഞ്ഞപ്പോ ഇത്തവണ പോവാന്ന് പറഞ്ഞു. ഇപ്പൊ അടുത്ത കൊല്ലം പറയുന്നു. അമ്മയും കണക്കാ, അച്ഛനും കണക്കാ. താനൊന്ന് വിഷമിക്കാതിരിക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാൻ. എന്ത് മാർഗം? അച്ഛനോട് കുറച്ചുകൂടെ ലോട്ടറി എടുക്കാൻ പറ. എന്നിട്ട് അത് മുഴുവൻ വിറ്റ് തീർക്കാൻ പറ. അപ്പൊ മോൾക്ക് ടൂർ പോകാനുള്ള കാശ് കിട്ടുമല്ലോ. ചേച്ചി പറഞ്ഞ എനിക്ക് വിശ്വാസാ. ഗോപാലേട്ടന്റെ ഈ പണിയുണ്ട് എല്ലാ കാര്യങ്ങളും ഓടിച്ചു തീർക്കാൻ പറ്റില്ല മോളെ. എന്നെ കൊണ്ടാവുന്ന വിധത്തില് എന്തെങ്കിലും ഒരു പണിക്ക് പോവാന്ന് ഞാൻ പറഞ്ഞതാ. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് നിന്നാലും അത്യാവശ്യം ശമ്പളം കിട്ടൂലേ? സമ്മതിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അതെന്താ അങ്ങനെ ഗോപാലേട്ടാ? ഈ പെണ്ണുങ്ങൾ പണിക്ക് പോകുന്നതെന്ന് ശരിയാകില്ലെന്ന്. ഗോപാലേട്ടൻ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? ഈ സിറ്റിക്കകത്ത് ജീവിച്ചിട്ടും ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? നേരം വെളുത്ത് പാതിര വരെ നമ്മൾ കാണുന്നതല്ലേ പെണ്ണുങ്ങള് ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ. അങ്ങനെ അല്ലല്ലോ മോളെ. എങ്ങനെയല്ലാന്ന്? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേ കിടന്ന് ശ്വാസം മുട്ടി വലിക്കുന്നത് ഞാൻ കാണുന്നതാ. അത് കണ്ട് ചങ്ക് വേദനിച്ചിട്ടാ ഞാൻ ഈ പറയുന്നേ. ഗോപാലേട്ടാ, പെണ്ണുങ്ങൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന കാലം. പണ്ടത്തെ വിലക്കുകളൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ല. പിന്നെ സുനന്ദേച്ചിയുടെ കാര്യം, എവിടെങ്കിലും പോയി ഒരു ജോലിക്ക് നിന്നാ സുനന്ദേച്ചിയെ സംരക്ഷിക്കാൻ സുനന്ദേച്ചിക്ക് നന്നായിട്ട് അറിയാന്നേ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? പേടി കൊണ്ടൊന്നും അല്ല മോളെ. പിന്നെന്താ? ദുരഭിമാനം, അതല്ലേ? ഈ പണ്ടേക്കും പണ്ടേ ആണുങ്ങൾ പറഞ്ഞിറക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, പെണ്ണുങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിൽ അടുപ്പ് പുകയേണ്ടാന്ന്. ഉള്ളവനായാലും ഇല്ലാത്തവനായാലും മനസ്സിൽ ആ ചിന്ത ഇങ്ങനെ കിടന്ന് തിളയ്ക്ക. അതങ്ങോട്ട് മാറ്റിവെച്ചേ. എന്നിട്ടേ സുനന്ദേച്ചിക്ക് നല്ലൊരു ജോലി കണ്ടുപിടിച്ചു കൊടുക്ക. അപ്പൊ പിന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയില്ലേ? നിങ്ങളൊന്ന് സമ്മതാന്ന് പറയേ. ഓ, ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിനക്ക് വേണ്ടി വാദിക്കാൻ ആളുണ്ടല്ലോ. ചെയ്തോന്ന് പറഞ്ഞ പോരാ, സുനന്ദേച്ചിക്ക് ചെയ്യാവുന്ന നല്ലൊരു ജോലി കണ്ടുപിടിച്ചു കൊടുക്കാൻ വേണം. നോക്കാം. വന്നേ. ഇനിയിപ്പൊ അമ്മയും കൂടി ജോലിക്ക് പോയി തുടങ്ങിയാലേ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറാവും എന്ന് കരുതി കൊട്ടേ കൊള്ളാത്ത ആഗ്രഹങ്ങളൊന്നും പറഞ്ഞു കളയരുത്. അച്ഛന്റെ അമ്മയുടെ അവസ്ഥ നോക്കിട്ടേ പറയാവൂ. കേട്ടല്ലോ? ശരി. എന്നാ മോള് പോയി കളിച്ചു. ഇപ്പഴാ മോളെ എനിക്കൊരു സമാധാനായേ. എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചു കൊടുത്താല് ഗോപാലേട്ടന് അതൊരു ആശ്വാസമാവല്ലോ. ഒന്ന് ചിരിച്ചു കാണാലോ പാവത്തിനെ.